മൊബൈൽ ഉപയോക്താക്കൾക്ക് സുരക്ഷ ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ വെബ് പോർട്ടലാണ് സഞ്ചാർ സാഥി പോർട്ടൽ. തങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകൾ എടുത്തിട്ടുണ്ടോ എന്നറിയാനും അവയെ തടയാനും സഹായിക്കുന്നതാണ് ഈ പോർട്ടൽ. ആരംഭിച്ച ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ നിരവധി വ്യാജ മൊബൈൽ കണക്ഷനുകളാണ് കണ്ടെത്തി തടയിടാൻ ഈ പോർട്ടലിലൂടെ സാധിച്ചത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 1.7 കോടി ടെലിഫോൺ കണക്ഷനുകൾ വിച്ഛേദിച്ചതായാണ് ഇപ്പോൾ കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കുന്ന കണക്കുകൾ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സൊസൈറ്റി ദിനത്തോടനുബന്ധിച്ചാണ് മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തുവിട്ടത്. തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ച കണക്ഷനുകളും വ്യാജരേഖകൾ നൽകിയെടുത്ത മൊബൈൽ കണക്ഷനുകളും ഇതിൽ ഉൾപ്പെടും. ടെലികോം വകുപ്പ് ആരംഭിച്ച സഞ്ചാർ സാഥി വെബ്സൈറ്റിന്റെ സഹായത്തോടെ ശേഖരിച്ച വിവരങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കണക്ഷനുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ടെലികോം വകുപ്പ് ആരംഭിച്ച ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സംവിധാനത്തിന്റെ സഹായത്തോടെ ഒരേ വ്യക്തികളുടെ പേരിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചെടുത്ത 63.46 ലക്ഷം കണക്ഷനുകൾ റദ്ദാക്കി. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, നിയമനിർവഹണ ഏജൻസികൾ, ബാങ്കുകൾ, IRCTC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരാതികളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ 8.62 ലക്ഷം കണക്ഷനുകളാണ് റദ്ദാക്കിയത്. വ്യക്തിഗത സിം കാർഡ് പരിധി കവിഞ്ഞതിന് 53.86 ലക്ഷം കണക്ഷനുകളും നീക്കം ചെയ്തു. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പേരിൽ അപരിചിതമായ കണക്ഷനുകൾ ഉണ്ടോ എന്നറിയാനുള്ള സൗകര്യം സഞ്ചാർ സാഥി പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. മുമ്പ് പലപ്പോഴായി എടുത്തതും ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്തതുമായ കണക്ഷനുകൾ ഉപയോക്താക്കൾ ആവശ്യമില്ലെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 11.57 ലക്ഷം കണക്ഷനുകളും നീക്കം ചെയ്തവയിലുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന +92 എന്ന നമ്പറിൽ തുടങ്ങുന്ന നമ്പറിൽ നിന്നും വിളിച്ച് സൈബർ തട്ടിപ്പുകൾ നടത്തിയ 577 കണക്ഷനുകളും നീക്കം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന 1.86 ലക്ഷം മൊബൈൽ ഫോണുകളും ബ്ലോക്ക് ചെയ്തു. വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച 6.10 ലക്ഷം വാട്സ്ആപ്പ് നമ്പറുകളും നീക്കം ചെയ്തു. തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിരുന്ന 6.10 ലക്ഷം പേയ്മെന്റ് വാലറ്റുകളും ബാങ്ക് അക്കൗണ്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിൽ AI ഫേഷ്യൽ ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ നീക്കം ചെയ്തത്. ഒരാളുടെ തന്നെ ഫോട്ടോയിൽ വ്യാജ പേരും രേഖകളും ഉപയോഗിച്ച് നിർമ്മിച്ച അക്കൗണ്ടുകൾ കണ്ടെത്താൻ ഈ സംവിധാനം ഉപയോഗിച്ച് സാധിക്കും. ചിത്രങ്ങളുടെ സാമ്യത പരിശോധിച്ചാണ് ഇത് ചെയ്യുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.